ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്നൊരു കുക്കർ മന്തി ഉണ്ടാക്കിയാലോ? നമ്മൾ മന്തി കഴിക്കാൻ പോകുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ? പിന്നെ എളുപ്പത്തിൽ എന്ന് പറയാൻ പറ്റില്ല, ടൈം എടുത്തു കേട്ടോ, നല്ലപോലെ ടൈം എടുത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റൈസൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹോട്ടലിൽ കഴിക്കുന്ന അതേ ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ അതിനായിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ വലിയ പീസല്ല, ഞാനൊരു മീഡിയം പീസാണ്. വലിയ പീസാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഒരു മീഡിയം പീസ് എടുത്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ക്യാപ്സിക്കം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. മാഗി ക്യൂബ് വേണം. അതുപോലെ തക്കാളി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് സ്പൈസസ് വേണം, പട്ട, ഗ്രാമ്പു, ഏലക്കായ്, അങ്ങനെ. ആദ്യം നമുക്ക് ചിക്കൻ കുക്കറിലോട്ട് നിരത്തി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ഓരോന്നായിട്ട്, അതായത് ക്യാപ്സിക്കം ചെറുതായിട്ട് ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ തക്കാളിയുടെ പേസ്റ്റ്. ഓക്കെ, ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നേ, അതിൻ്റെ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നല്ലോണം പൊടിച്ചിടുക. മാഗി ക്യൂബിന് നല്ലപോലെ ഉപ്പുണ്ട്, അതുകൊണ്ട് ഉപ്പിടണ്ട. അവസാനം മാത്രം നോക്കിയിട്ട് നമുക്ക് ഉപ്പിട്ടാൽ മതി. അത് പൊടിച്ചിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കുരുമുളക്, പട്ട, ഗ്രാമ്പു, അതെല്ലാം സ്പൈസസ് എല്ലാം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ അതിനകത്ത് മന്തി മസാലയും കൂടി ചേർക്കുന്നുണ്ട്. വീട്ടിൽ മന്തി മസാല ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതും കൂടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണം. ഓക്കെ, അതൊരു 1/2 കപ്പെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, പിന്നെ മല്ലിച്ചപ്പ് നമ്മുടെ മല്ലിയിലിട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് മന്തി മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ, കളറിന് വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ അത് മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. ഓക്കെ, ഒരു പാത്രത്തിലോട്ട് വെള്ളം വയ്ക്കുക. ആവശ്യത്തിന് കൂടുതൽ വെള്ളം വയ്ക്കുക കേട്ടോ. പിന്നെ സ്പൈസസ്, നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്കായ്, ജാതിപത്രി, കുരുമുളക്, ജീരകം അങ്ങനെ ഇട്ടെടുക്കുക. പിന്നെ എനിക്ക് ഡ്രൈ ലെമൺ ഉണ്ടായില്ല, നല്ല കുറച്ച് ഉണങ്ങിയ നാരങ്ങ അത് ഇട്ട് കൊടുത്തു. 2 നാരങ്ങ സ്ലൈസ് ആയിട്ടായിരിക്കും ഇതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, അതും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ മല്ലിച്ചപ്പും കൂടി ഇടുക. പിന്നെ ഉപ്പ് പാകത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇത്ര ഇട്ട് കൊടുക്കുക. എന്നിട്ട് തള വന്നതിന് ശേഷം ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ അരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ 1/2 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഊറ്റിയെടുത്തു. എന്നിട്ട് അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കൊരു 3/4 വേവ്, മുഴുവനായിട്ട് വേവേണ്ട, ഒരു 3/4 വേവ് ആകുമ്പോഴേക്കും നമുക്കിത് ഊറ്റിയെടുക്കാം. ഓക്കെ, മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിരിക്കുന്ന ചിക്കൻ സ്റ്റവിൽ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ചോറില്ലേ, അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് കവർ ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞ കളർ ചേർക്കില്ല, അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി വെള്ളം കലക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു. പിന്നെ പച്ചമുളക്, ഒരു 3-4 പച്ചമുളകും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിങ്ങനെ കുത്തി ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, അത് കുത്തി വെച്ചു. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇത് മൂടിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ അടിച്ചെടുക്കുക. തീ കൂട്ടരുത്, ലോ ഫ്ലെയിമിൽ തന്നെ. അതാണ് ഞാൻ പറഞ്ഞാൽ കുറേ സമയം എടുത്തു. കാരണം ആ ലോ ഫ്ലെയിമിൽ നമുക്ക് ഒരു വിസിലടിക്കാൻ നമുക്ക് ഏകദേശം നല്ല ടൈം എടുക്കും കേട്ടോ. അപ്പോൾ കുറേ സമയം എടുത്തു. എന്നിട്ട് അതിന് ശേഷം അത് വിസിൽ നമ്മൾ കളയരുത്, പൂർണ്ണമായിട്ടത് പോകുന്ന വരെ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് സ്വാദിഷ്ടമായ മന്തി റെഡി ആയിട്ടുണ്ട്. മയോണൈസ് ഞാൻ മേടിച്ചതാണ്ടോ ഉണ്ടാക്കി, ഇതെല്ലാം മേടിച്ചതായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കനൊക്കെ. അപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് കഴിക്കില്ല, അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.